വളരെ സിമ്പിളും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഇതൊരു കുക്കർ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും നോക്കാം. ആദ്യം തന്നെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ഓയിൽ ഒഴിക്കുക, ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് നല്ലോണം വറുത്ത് കോരി മാറ്റി വെക്കണം. അത് ബിരിയാണിയുടെ ലാസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലക്കായ് എന്നിവ എടുത്ത് ഇളക്കുക. അതിലേക്ക് ഒരു സവോള ഇട്ട് നല്ലോണം വഴറ്റണം. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 3 മിനിറ്റോളം ഇത് ഇളക്കി കൊടുക്കുക. അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ്, തക്കാളി എന്നിവ ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക. ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിന ഉപയോഗിക്കുന്നതിന് പകരം നെയ്ച്ചോറിലേക്ക് ഇടണ ഒരു ഇലയാണ് അതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഒരു ഇല ഉപയോഗിച്ചു. പിന്നെ അതിലേക്ക് കറിവേപ്പില ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ബിരിയാണി മസാല ഒരു സ്പൂണാണ് ഇടേണ്ടത്. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇത് അടി പിടിക്കാതെ നോക്കണം. ഇതിലേക്ക് ആവശ്യമായി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർക്കാം. ഇത് 1/2 കിലോനോളം ഉണ്ട്. അതിലേക്ക് തൈര് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വെച്ച ചിക്കന് ഒരു 15 മിനിറ്റോളം നമുക്ക് വേവിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുക്കർ അടപ്പടക്കാതെ വേറൊരു അടപ്പടച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് ഇത് വേവിക്കാം. വേവിച്ച ചിക്കനിലേക്ക് ഇനി വെള്ളം ചേർക്കണം. ഞാൻ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ 4.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. പിന്നെ അരി അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം തീ ഉണ്ടായിരിക്കേണ്ടത്. കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിവെക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഒരു 3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. കൃത്യം ഒരു വിസിൽ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് കറക്റ്റ് വേവ് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല വേവായിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇപ്പോഴാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.